പുത്തൻപാന നൃത്തസംഗീത ആവിഷ്കാരത്തിന് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കി. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് പുത്തൻപാനയുടെ സംഗീത നൃത്ത ആവിഷ്കാരം ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്ക് ഭാരതത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അർണോസ് പാതിരി. അദ്ദേഹം ഭാരതത്തിലെത്തി പുത്തൻപാനയിലൂടെ മലയാള സാഹിത്യത്തിനും അതുപോലെ തന്നെ കേരളത്തിനും ഭാരതത്തിനും വലിയ ആത്മീയമായ, സാഹിത്യപരമായ, ഭാഷാപരമായ ഒപ്പം രാഷ്ട്ര നിർമ്മിതിക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വലിയ കാരണക്കാരനായ ഒരു മിഷണറിയാണ്. അദ്ദേഹത്തിന്റെ 325 ഭാരത പ്രവേശനത്തോടനുബന്ധിച്ച് പുത്തൻപാന രചിച്ചതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് തൃശൂരിലെ അമ്മമാര് മാതൃവേദി ഇതാ മെഗാ പുത്തൻപാന പാരായണവും ഒപ്പം അത് നൃത്താവിഷ്കാരത്തോടെ അവതരിപ്പിക്കുകയാണ്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ വെച്ച് നടത്തിയ നൃത്തസംഗീത ആവിഷ്കാരത്തിൽ 3200-ൽ പരം തൃശൂർ അതിരൂപതയിലെ മാതൃവേദി അമ്മമാർ പങ്കെടുത്തു. ഈ അവതരണത്തിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് തൃശൂർ അതിരൂപത മാതൃവേദി കരസ്ഥമാക്കി. മെഗാ മാർഗം കളിക്കും മെഗാ റംബാൻ പാട്ടിനും മെഗാ കോൽക്കളിക്കും തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഇതിനകം കരസ്ഥമാക്കുകയുണ്ടായി. 4ാം പ്രാവശ്യമാണ് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കുന്നത്. തൃശൂർ അതിരൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോഷി, മാതൃവേദി പ്രസിഡന്റ് LC വിൻസെന്റ്, മെഗാ പുത്തൻപാന കൺവീനർ ലിസി പോൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ, സെക്രട്ടറി ജീന ജോസഫ് തുടങ്ങിയ അതിരൂപത ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ജർമ്മൻകാരനായ അർണോസ് പാതിരി എന്നറിയപ്പെടുന്ന യോഹാൻ ഏർണസ്റ്റിന്റെ പ്രസിദ്ധമായ സാഹിത്യകൃതികളിൽ ഒന്നാണ് പുത്തൻപാന. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ മലയാള ക്രിസ്തീയ കാവ്യമാണ്. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ പുത്തൻപാനയുടെ സംഗീത നൃത്ത ആവിഷ്കാരം സംഘടിപ്പിച്ചത്.